എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും സ്വർഗസിംഹാസനത്തിൽ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാം. എബ്രായർ 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഈ വാക്യം എബ്രായർ 12 ഭാഗമാണ്. അവിടെ ഒരു വംശത്തിൻ്റെ രൂപകം ഉപയോഗിച്ച് അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ രചയിതാവ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങളും പാപങ്ങളും ഉപേക്ഷിച്ച് അവർക്കായി അടയാളപ്പെടുത്തിയ ഓട്ടം സഹിഷ്ണുതയോടെ ഓടാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു. ഓട്ടത്തിൽ ഉടനീളം മറ്റെല്ലാറ്റിൽ നിന്നും ദൃഷ്ടി അകറ്റി സർവപ്രധാന ഓട്ടക്കാരനായ ക്രിസ്തുവിൽ മാത്രം നാം നോട്ടം ഉറപ്പിക്കണം. അവിടുന്നാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ. വിശ്വാസ ജീവിതം എങ്ങനെയുള്ളതെന്ന സമ്പൂർണ്ണ മാതൃക നമുക്ക് നൽകിയ ഒരേ ഒരുവൻ എന്ന അർത്ഥത്തിലാണിത്. അവിടുന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവനാണ്. അവിടുന്ന് ഓട്ടം ആരംഭിക്കുക മാത്രമല്ല, വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടക്കളം സ്വർഗത്തിൽ നിന്നും ബേത്ലഹേം വരെയും അവിടെ നിന്ന് കാൽവരി വരെയും പിന്നീട് കല്ലറയിൽ നിന്ന് വെളിയിലേക്കും തിരികെ സ്വർഗത്തിലേക്കും നീണ്ടുകിടക്കുന്നതായിരുന്നു. ഒരു നിമിഷം പോലും അവിടുന്ന് ഇടറുകയോ പിന്തിരിയുകയോ ചെയ്തില്ല. വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും നിത്യമായി തന്നോടൊപ്പം സമ്മേളിക്കുന്നതായി വരാൻ പോകുന്ന മഹത്വത്തിൽ അവിടുത്തെ കണ്ണുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപമാനം സാരമില്ലെന്നെണ്ണുവാനും കഷ്ടത സഹിക്കുവാനും മരണം അനുഭവിക്കുവാനും ഇത് അവിടുത്തെ പ്രാപ്തനാക്കി. ഇന്ന് അവിടുന്ന് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. കഷ്ടപ്പാടുകളിലൂടെയുള്ള യേശുവിൻ്റെ സഹിഷ്ണുത വലിയ പരീക്ഷണങ്ങൾക്കിടയിലും വിജയം സാധ്യമാണെന്ന് വെളിപ്പെടുത്തുന്നു. ആത്യന്തികമായി സഹിഷ്ണുതയും വിശ്വാസവും ഉദാഹരിക്കുന്ന യേശുവിലേക്കാണ് നാം നോക്കേണ്ടത്. അവനിൽ നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നതിലൂടെ സ്ഥിരോത്സാഹം കാണിക്കാൻ നമുക്ക് ശക്തി ലഭിക്കും. പോരാട്ടങ്ങൾ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഉറപ്പിക്കണം. അത് നമ്മുടെ യാത്രയെ യേശുവിൻ്റെ വിജയവുമായി ബന്ധിപ്പിക്കുന്നു. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികൾക്കുമിടയിൽ നാം ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കഷ്ടപ്പാടുകളെ ലക്ഷ്യത്തോടെ സ്വീകരിക്കുക, സഹിഷ്ണുതയോടെ ഓടുക, ശാശ്വതമായ പ്രതിഫലങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. യേശുവിൻ്റെ ശക്തിയിൽ നാം ആശ്രയിക്കണം. സ്നേഹപിതാവേ, യേശു നമ്മിൽ ആരംഭിച്ച വേലയെ നയിക്കാനും നിലനിർത്താനും പൂർത്തിയാക്കാനും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ യേശുവിൽ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.